ഹലോ ഫാമിലി, ദിസ് ഇസ് മല്ലു ത്രോട്ടൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടൂ വീലേഴ്സ് എടുത്ത് നമ്മൾ നൈറ്റ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയൊരു വീഡിയോ ആണത്. അപ്പോൾ ഇനി നല്ല മെയിൻ റോഡിൽ കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സോ നൈറ്റിൽ നമ്മൾ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ്സിലാണ്. നമ്മൾ അവിടെ വേറൊരു സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ചില സമയത്ത് ഉണ്ടാകുന്നില്ല. സോ 95% നമ്മൾ മൊത്തം നമ്മളുടെ ഒരു ഫുൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റ് തന്നെയാണ്. സോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഹെഡ്ലൈറ്റ് പ്രോപ്പർലി വർക്കിംഗ് ആണോ ഇല്ലയോ എന്നാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളുടെ ഹെഡ്ലൈറ്റിൽ പ്രോപ്പറായിട്ടുള്ള ബ്ലിങ്ക് വർക്ക് ചെയ്യണം, അതായത് ലോ ബീമും ഹൈ ബീമും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. ഇത് രണ്ടിലും ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിലും വിഷയം തന്നെയാണ്. സോ ഹെഡ്ലൈറ്റ് പറയുന്നത് നമ്മളുടെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടൊരു കാര്യമാണ്. അതേപോലെ വേറെ ഡ്രൈവേഴ്സ്, അതായത് ബാക്കിൽ വരുന്ന ഡ്രൈവേഴ്സിന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനും നമ്മളെ കാണാനും വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടെയിൽ ലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ടെയിൽ ലൈറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. നമ്മളത് ആരും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം ചില വണ്ടികൾക്ക് ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അതിൻ്റെ ആറാനിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കാരണമായിരിക്കും അത് കേടായിട്ടുണ്ടാവുക. സോ നമ്മളത് നോക്കണം. നമ്മളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മളിപ്പോൾ ഹൈവേ പോകുമ്പോഴോ അല്ലെങ്കിൽ നോർമലായിട്ട് റോഡ്സ് നമ്മളിങ്ങനെ ക്രൂസ് ചെയ്ത് പോകുമ്പോൾ ബാക്കത്തെ വണ്ടിയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുവെന്ന് വരത്തില്ല. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക, അത് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഭയങ്കര ലൈഫ് സേവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് നമ്മളത് യൂസ് ചെയ്യണം. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ കുറച്ചും കൂടി നമ്മൾ സേഫ്റ്റി എങ്ങനെ കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. സോ നമ്മളുടെ ഹെൽമെറ്റിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ബാക്ക് പാക്സിലോ എല്ലാം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ നെക്സ്റ്റ് പറയാവുന്ന കാര്യം, നമ്മുടെ മൈൻഡിൽ എപ്പോഴും വെച്ചിട്ട് വേണം നമ്മൾ നൈറ്റിൽ വണ്ടി ഓടിക്കാൻ. നമ്മൾ ഡേ ടൈമിൽ വണ്ടി ഓടിക്കുന്ന പോലെ ആയിരിക്കും അത് നമ്മൾ നൈറ്റ് ടൈമിൽ വണ്ടി ഓടിക്കുക. നമ്മൾ കുറച്ചും കൂടി കോഷനിലായിരിക്കണം വണ്ടി ഓടിക്കേണ്ടത്. കുറച്ചും കൂടി നമ്മളുടെ മൈൻഡ് ഫോക്കസ് വെച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. സ്പീഡ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാലോ, റോഡുകളുടെ അവസ്ഥ അറിയാലോ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെ പോയാലും റോഡുകളുടെ അവസ്ഥ തന്നെയാണ്. നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലായിരിക്കും ഇങ്ങനത്തെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ നമ്മൾ ഭയങ്കര അലേർട്ടായിരിക്കണം വണ്ടി ഓടിക്കുമ്പോൾ. നിങ്ങളൊന്ന് ശരിക്കും നോട്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ നൈറ്റിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് ഒന്നില്ലെങ്കിൽ യു ടേൺസ്, ഷാർപ്പ് ടേൺസ്, അല്ലെങ്കിൽ നമ്മൾ ജംഗ്ഷനിലൊക്കെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടും. അത് ഭയങ്കര വലിയൊരു തെറ്റാണ്. നമുക്കറിയില്ല അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ വണ്ടികളുണ്ടോ ഇല്ലയോ, പെട്ടെന്ന് അവർ ക്രോസ് അവർ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക്കാവും, നമ്മൾ വണ്ടി തിരിക്കാൻ നോക്കും. സോ ഒരു വലിയൊരു ആക്സിഡൻറ്റ് തന്നെ അവിടെ കോസ് ആവാനുള്ള ഒരു ഭയങ്കര വലിയൊരു ചാൻസ് അവിടെ ഉണ്ട്. സോ നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് സമാധാനത്തിൽ കെയർഫുള്ളായിട്ട് അലേർട്ടായിട്ട് വണ്ടി ഓടിക്കുക. അശ്രദ്ധ വലിയൊരു ആക്സിഡൻറ്റിന് കാരണമാവരുത്. സോ നോർമലി നല്ല സമാധാനത്തിൽ വണ്ടി ഓടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് അതുതന്നെയാണല്ലോ ഒരു നല്ലൊരു ഡ്രൈവറിൻ്റെ ഒരു ലക്ഷ്യം തന്നെ അതാണ്. എവിടെ സ്പീഡ് കൂട്ടണം, എവിടെ സ്പീഡ് കമ്മിയാക്കണം എന്നുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. നെക്സ്റ്റ് ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം എൻ്റെ വണ്ടിക്ക് ഹാലോജൻ ബൾബാണ് ഇതിലുള്ളത്. സോ ഓപ്പോസിറ്റ് ഒരു LED ബൾബ്, ഒരു ഹൈ ഇൻറ്റൻസിറ്റി ബൾബുള്ള ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അവിടെ മൊത്തം ബ്ലാങ്കാണ്, എനിക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ടൈമിൽ ആക്സിഡൻറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് പറഞ്ഞത് 99.99% നമ്മളവിടെ ആക്സിഡൻ്റ് ഉള്ള ഒരു ചാൻസ് ഉണ്ട്. എനിക്കതൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ വാശി പിടിക്കരുത്. അപ്പോൾ നമ്മളവിടെ ഇല്ലീഗലായിട്ടുള്ള ഈ ഫോഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ഫോഴ്സ്ഫുള്ളാണ്. നമ്മൾ വേറെ ഒന്നും വേറെ വഴിയില്ല. സോ വെക്കേണ്ടി വരുവാണ് അവിടെ. നമുക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ബട്ട് വെച്ച് പോവും. പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഈ പന്നി ആയിക്കോട്ടെ, അതേപോലെ നായ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒന്ന് നൈറ്റ് ഷിഫ്റ്റ് പോലെയാണ് കേട്ടോ റോഡ്. നൈറ്റിൽ ഓടിക്കുമ്പോൾ റോഡിൽ നമ്മൾ മാത്രമായിരിക്കില്ല, ഇവരെല്ലാവരും ഉണ്ടാവും. എപ്പോഴാണ് എവിടെ നിന്നാണ് എങ്ങനെയാണ് വരുന്നത് അറിയില്ല. മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് പോവും. ഇപ്പോൾ നോക്കി കണ്ടിട്ടൊക്കെ വണ്ടി ഓടിച്ചാൽ നമുക്ക് കൊള്ളാം. ഇപ്പോൾ നൈറ്റിൽ നമ്മൾക്കൊന്നും പ്രിഡിക്റ്റബിൾ അല്ല. ചിലപ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസായിരിക്കും, ഒന്നും നമുക്കറിയില്ല. സോ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് വേണം വണ്ടി ഓടിക്കാൻ. കാരണം എപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം. സോ നമ്മൾ പാനിക്കായിട്ട് അപ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വീഴാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. സോ നമ്മളെപ്പോഴും അലേർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് എല്ലാം ടിൻറ്റഡ് ആയിട്ടുള്ള വൈസേഴ്സാണ്. ഇത് ഡേ ടൈമിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ നൈറ്റ് ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിസിബിലിറ്റി ലോസാണ് സംഭവിക്കുക. സോ നമ്മൾ മാക്സിമം ഇപ്പോൾ പുതിയ ടൈപ്പ് ടിൻറ്റഡ് വൈസേഴ്സും അവൈലബിൾ ആണ്. അതായത് ഗ്ലെയർ പ്രൊട്ടക്ഷൻ, അതേപോലെ നൈറ്റ് വിഷൻ എല്ലാം പോസിബിൾ ആയിട്ടുള്ള വൈസേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം ഇത് പർച്ചേസ് ചെയ്യുക. അതല്ല
അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കൈ വയ്ക്കുക. അത് ബെറ്റർ ആയിരിക്കും. സോ നമുക്ക് വിസിബിലിറ്റിയും രീതിക്ക് നടക്കും. പിന്നെ ഈ പൊടിയും അതേപോലെ ഇങ്ങനത്തെ ഇൻസെക്ട്സ് കൊണ്ട് കണ്ണിപ്പെടാണ്ട് നമുക്ക് രക്ഷപ്പെടാം. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി തൊട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെച്ച് വണ്ടി ഓടിക്കുക. നമ്മളുടെ ലൈഫാണ് ഏറ്റവും വലുത്. സോ സ്റ്റേ സേഫ്, റൈഡ് ബൈ ഹാർട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ദിസ് ഈസ് മല്ലു തോട്ട് സൈനിങ് ഓഫ്.